ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും വില്ലനാണ് എന്നുള്ളതാണ്. ഗുൽഷൻ സാർ, യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ? താങ്കളെ ജനങ്ങൾ എപ്പോഴും വിളിക്കുന്നത്, അതായത് കല്ലു കലൻ കാലിയ ദേ ലോഗ് മുസ്കോ ഗാലിയ. बैडमैन, मैं हूं बुराई का फरिश्ता. मेरा जन्म अभी नहीं हुआ है. मैं तो हमेशा से हूं, आपके पास, आपके बीच, आपके अंदर. यकीन नहीं आता तो अपना दायां हाथ अपने सीने पर रखकर ध्यान से सुनिए. आपको मेरी आवाज जरूर सुनाई देगी. बुराई की आवाज. बुराई का और आपका रिश्ता हमेशा से है. बुराई सबके अंदर है, अच्छाई दबा देती है उसे. बुराई एक साजिश है अच्छाई की. अच्छे लोगों ने जानबूझकर कुछ लोगों को बुरा बनाया है ताकि उनकी तरफ उंगली उठाकर कह सके, वो देखो, वो जा रहा है बुरा आदमी. Evil is created by good. താങ്കൾ കുട്ടിക്കാലം മുതലേ കുസൃതി കുറച്ച് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, പഠിത്തത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത വ്യക്തിയാണെന്ന് കേട്ടു. ഇവിടെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എവിടുന്നാണോ തുടങ്ങിയത് ഇപ്പം എവിടെയാണുള്ളത്, അവിടെയുള്ള യുവതികളായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, ആൻറ്റിമാരായിക്കോട്ടെ, അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും നല്ലൊരു പയ്യൻ ഇത്തരം റോളുകളൊക്കെ ചെയ്യുമെന്ന്. ഞാൻ ആദ്യമായി അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു പടത്തിൽ അവസരം കിട്ടി. അതിലൊരു ലോക്കൽ റൗഡിയുടെ റോളായിരുന്നു. അതായത് എൻ്റെ അമ്മ ദിവസവും ഗുരുദ്വാറിലേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ എല്ലാ പെണ്ണുങ്ങളും അമ്മയുടെ ചുറ്റും ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ മോൻ ഇങ്ങനത്തെ ടൈപ്പ് അല്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? ഇവിടുന്ന് ബോംബെയിലെത്തിയപ്പോൾ അവിടെയുള്ള ആൾക്കാർ മാറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു അത്ര. നമ്മുടെ മോൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അമ്മ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതൊരു സിനിമയാണ്, അത് ആക്ടിംഗ് ആണെന്ന്. സോ ഐ മീൻ, എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും എന്നെ അറിയാവുന്നവര് ഞാനൊരു മോശം പയ്യനാണെന്ന് പറയില്ല. അതുപോലെ സാർ, ഞാൻ ഗുൽഷൻ സാർ, ഈ കാര്യം സത്യമാണോ? അതായത് താങ്കൾ മുംബൈയിലേക്ക് വീട്ടിൽ നിന്ന് ഓടിപ്പോയി, പക്ഷെ താങ്കളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ പഠിച്ചൊരു ഉന്നതിയിലെത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. ഞാൻ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് എടുക്കും, ഫസ്റ്റ് വരും. സ്കൂളിൽ, രാംപുര സ്കൂളിൽ പെയിന്റിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ടാവും മേധാവി വിദ്യാർത്ഥി എന്ന്. ആദ്യമായി ആ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ ഇൻ 4 സബ്ജക്ട്, ഹയർ സെക്കൻഡറി ബോർഡിൽ എന്റെ പേര് വന്നു. അതിനുശേഷം ഞാൻ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ പഠിക്കാനായി ചേർന്നു. അവിടെ ചേരണമെങ്കിൽ 93% മാർക്ക് വേണമായിരുന്നു. താങ്കൾ കോളേജിലൊക്കെ പോയി പഠിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് എന്റെ സിനിമകളിൽ എന്റെ ആക്ടിങ്, എന്റെ ക്യാരക്ടർ, അതിൻ്റെയൊക്കെ ഒരു പ്രഭാവമാണിത്. അതൊക്കെ ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്. എനിക്ക് 93% മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, ചിലപ്പോൾ 94 കിട്ടിയിട്ടുണ്ടെന്നും അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും, ഡാഡ് കുറച്ച് ഓവറാണെന്ന്. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് അറിയാത്തവർക്കായി പറയുകയാണ്, ഞാൻ ഡൽഹി ഔട്ട്സ്കട്ട്സിലാണ് പഠിച്ചതും വളർന്നതും. സ്കൂളിൻ്റെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണിക്കാണ് എനിക്ക് സ്കൂൾ തുടങ്ങുക. കാലത്ത് ഞാൻ, അതായത് അവിടെയൊക്കെ ഡിറ്റർജന്റ് പൗഡർ വിൽക്കാനായി പോവാറുണ്ടായിരുന്നു. ഹൗസ് വൈഫിനും ലേഡീസിനൊക്കെ ഞാൻ തുണി അലക്കി കാണിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പണത്തിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ടാണോ, ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ടാണോ, എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഞാൻ ദിവസവും അവിടെ ഹൗസ് വൈഫിനൊക്കെ ഡിറ്റർജന്റ് പൗഡറും ഫിനൈലുമൊക്കെ വിൽക്കാനായി പോവും. പിന്നെ എൻ്റെ യൂണിഫോം കയ്യിലെടുത്തുകൊണ്ട് പോവും. ഞാൻ കുറച്ച് ഓവറായി ഇമോഷണലായി പോയി, അത് കാര്യമാക്കണ്ട. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചൊരു പയ്യൻ, അതായത് സോപ്പ് വിറ്റ് ഡിറ്റർജന്റ് വിറ്റ് സമ്പാദിച്ച് ജീവിക്കേണ്ട ഒരു പാവം പിടിച്ച കുടുംബത്തിലെ പയ്യനാണ്. നല്ല പയ്യൻ, നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ.
അവൻ സിനിമയിലേക്ക് പോയി എന്തുകൊണ്ടാണ് വില്ലനായിട്ട് മാറിയത്? ഞാൻ എപ്പോഴും, അതായത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എത്രമാത്രം എനിക്ക് പാഷൻ ഉണ്ടായിരുന്നോ, മരിക്കുന്നത് വരെ ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സിനിമകളിൽ ഹീറോ ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ അട്രാക്റ്റീവാവും യങ്ങായും ഉള്ളിടത്തോളം കാലം ജനങ്ങൾ നമ്മളെ കാണാനായി ആഗ്രഹിക്കും. അതായത് ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു ഹീറോയുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കും. പക്ഷെ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. എല്ലാ സിനിമയിലും അടി വാങ്ങിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ജനങ്ങൾക്ക് വില്ലൻ റോളുകളിൽ അഭിനയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എന്നെപ്പോലെ ആ സിനിമയിലുള്ള ക്യാരക്ടറിനെ പോലെയാണ് നിങ്ങളെങ്കിൽ ഈ സമൂഹത്തിനും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. നല്ല അടി വാങ്ങിക്കേണ്ടി വരും. അതുമാത്രമല്ല, ആ സിനിമയിലെ സുന്ദരിയായ ഹീറോയിൻ നിങ്ങൾക്ക് കിട്ടില്ല, ഹീറോ കൂട്ടിക്കൊണ്ടുപോകും. താങ്കൾ പരിശ്രമിച്ച് നോക്കിയിട്ട് പോലും? അതെ, പറ്റാവുന്നത്ര ശ്രമിച്ചു നോക്കിയിട്ട് പോലും. ജനങ്ങൾ താങ്കളുടെ ഈ വില്ലൻ റോളിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. സാർ, താങ്കൾ ഒരുപാട് നെഗറ്റീവ് റോളുകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ നെഗറ്റീവ് റോളുകളുടെ ഇമ്പാക്റ്റ് താങ്കളുടെ സാധാരണ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അതായത് ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെയല്ല. ലിഫ്റ്റിൽ വെച്ച് ഒരു പെൺകുട്ടി താങ്കളെ ഒറ്റയ്ക്ക് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ ഏതെങ്കിലും വീട്ടിൽ പോയി അവിടുത്തെ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ഇൻസിഡന്റ് പറയാം. ഞാനും ഷാറൂഖും ഞങ്ങൾ ഒരുപാട് വേൾഡ് ടൂർസ് പോയിട്ടുണ്ട്. അതായത് ഷോസ് നടക്കില്ലേ, ലണ്ടൻ, അമേരിക്ക, കാനഡ, അങ്ങനെയൊക്കെ. ഒരേ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ. ഷാറൂഖിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനായി പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക്. പക്ഷെ എന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരുമ്പോ ബ്രദറോ അല്ലെങ്കിൽ അങ്കിളോ ആരെങ്കിലും കൂടെ ഉണ്ടാവും. എനിക്കത് വല്ലാത്ത വിഷമമായിപ്പോയി. ഞാനപ്പോൾ ഷാറൂഖിനോട് പറഞ്ഞു, എന്താ ഇത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന്. പെൺകുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഒറ്റയ്ക്കാണ് വരുന്നത്, പക്ഷെ എന്റെ അടുത്തേക്ക് ബോഡി ഗാർഡിനെയും കൊണ്ടാണ് വരുന്നത്. എപ്പോഴെങ്കിലും വില്ലനായിട്ട് പോയത് തെറ്റായി പോയി ഹീറോയായിട്ട് അഭിനയിക്കാമായിരുന്നെന്ന് കരുതിയിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല സാർ. പിന്നെ ഞാനൊരു റിജക്റ്റഡ് ഹീറോ അല്ല. ഹീറോ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ. ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ വില്ലനായിട്ട് അഭിനയിക്കാനാണ് പോയത്. വില്ലനായിട്ട് അഭിനയിച്ചു, അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ കഴിഞ്ഞ ചില വർഷങ്ങളായി, അതായത് ഞാൻ ഒരു വേഴ്സറ്റൽ ആക്ടറായി വെവ്വേറെ റോളുകൾ ചെയ്യാനായി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു.